കലാഭവൻ മണിയെ അനുകൂലിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ കുറെ സംഘപരിവാരങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഓരോരോ അടവ് നയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ്? കലാഭവൻ മണി എത്രയോ വേദികൾ കീഴടക്കിയ ഗായകനായിരുന്നു, പാട്ടുകാരനായിരുന്നു. കലാഭവൻ മണി ഒരിക്കലും ജാതി പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം നാടൻ പാട്ടുകൾ പാടി ആൾക്കാരെ ആസ്വദിപ്പിച്ചു. പക്ഷെ എന്തിനാണ് വേടൻ ജാതി പറഞ്ഞു പാടുന്നത്? ഈ സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞൊരു വലിയ അപകടം അതിലുണ്ട്. കലാഭവൻ മണിയല്ല വേടൻ എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. കലാഭവൻ മണി എന്താ ചെയ്തത്? അദ്ദേഹം നാടൻ പാട്ടുകൾ ആദ്യം പ്രാദേശിക വേദികളിൽ പാടി തെളിഞ്ഞു വന്ന് ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന പിന്നെ ഈ ദലിത് സമുദായത്തിൽപ്പെട്ട കലാഭവൻ മണി, നല്ല ഗായകൻ, പതിഞ്ഞു കേട്ട പാടിക്കേട്ട നാടൻ പാട്ടുകൾ പാടി വേദികൾ കീഴടക്കി വന്ന് അവസാനം സിനിമയിലേക്കും അദ്ദേഹം കയറി വരുന്നു. കലാഭവൻ മണി സിനിമയിലും തന്റെ കഴിവ് കൊണ്ടും അഭിനയ പാടവം കൊണ്ടും, പാടാനുള്ള കഴിവും അഭിനയ പാടവും മികച്ച നടൻ കൂടിയാണ്. അങ്ങനെ കലാഭവൻ മണി പല സിനിമകളിൽ നല്ല ഹാസ്യവേഷങ്ങൾ പിന്നെ ഗൗരവമുള്ള വേഷങ്ങൾ ചെയ്ത് സിനിമയിലൊരു സ്ഥാനം ഉറപ്പിക്കുന്നു. അവഗണിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് കലാഭവൻ മണി മാറുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ജാതിപ്പാട്ടുകൾ പാടിയില്ല എന്ന് പറയുമ്പോൾ ജാതി വിവേചനം കലാഭവൻ മണി അനുഭവിച്ചിട്ടില്ല എന്നതിന് അർത്ഥമില്ല. ഇപ്പൊ പറയുന്ന സാമാന്യവൽക്കരണം നടത്തുന്നവർ പറയുന്നത്, സംഘപരിവാർ ഉൾപ്പെടെ, കലാഭവൻ മണിക്ക് ജാതി വേടനൊന്നും വന്നിട്ടില്ലല്ലോ, അദ്ദേഹത്തിന്റെ പാട്ടുകളിലൊന്നും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെന്താ വേടൻ ഇത്ര പ്രശ്നം? കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ, കലാഭവൻ മണി പീഡനങ്ങൾ, ജാതി പീഡനങ്ങൾ, കളറ് നിറത്തിന്റെ ഒക്കെ പീഡനം അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ അദ്ദേഹം ഇത് പാടിയില്ല എന്നത് വെച്ചിട്ട് അദ്ദേഹം വിവേചനം അനുഭവിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥമുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കണം, പഠിക്കണം. കയ്യിൽ ഇഷ്ടം പോലെ കാശ് വന്നപ്പോൾ കലാഭവൻ മണി ചെയ്തത് തന്നെ ഒതുക്കി അരികിലേക്ക് മാറ്റിയ പ്രാന്തവൽക്കരിച്ച അവിടുത്തെ ചാലക്കുടിയിലെ ആൾക്കാരുടെ ഭൂമി വാങ്ങി തന്റെ വീടവിടെ വെച്ച ആളാണ് കലാഭവൻ മണി. അങ്ങനെയാണ് മണി തന്റെ പ്രതികാരം തീർത്തത്. തന്നെ അധിക്ഷേപിച്ചവരുടെ ഭൂമി ന്യായമായ വിലയിലും കൂടുതൽ വില കൊടുത്തിട്ട് വാങ്ങിയിട്ട് തന്റെ ഭൂമിയാക്കിയിട്ട് അവിടെ വീട് വെച്ച് തന്റെ പ്രതികാരം വീട്ടിയ ആളാണ് കലാഭവൻ മണി. അപ്പോൾ ജാതി വിവേചനത്തിനോട് മണി പ്രതികരിച്ചില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? വേറെ ഇതുപോലെ പല സംഭവങ്ങളുണ്ട്, ഒത്തിരി ഞങ്ങൾ വിശദീകരിച്ച് പറയുന്നില്ല, വീഡിയോ നീണ്ടുപോകും. അപ്പം മണി എന്തുകൊണ്ട് വേടൻ പാടുന്നത് പോലെ പാടിയില്ല എന്ന ചോദ്യം ഒരു അർത്ഥം ഇല്ലാത്തില്ല. മണിയും വേടൻ അനുഭവിച്ച പോലെ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകളിൽ നിന്ന് പാടാതിരുന്നത് അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു, തൻ്റെ വരുമാനമാണത്. അപ്പൊ ഇനി ജാതി പറഞ്ഞാല് സിനിമ സെറ്റുകളിൽ പോലും മണിക്കെതിരെ ജാതി വിവേചനം വന്നിട്ടുണ്ട്. പല സംഭവങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ഒത്തിരി വിസ്തരിച്ച് ഞങ്ങൾ പറയാൻ നിൽക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ നീണ്ടുപോകും, അതുകൊണ്ട് പറയുന്നില്ല. എത്രയോ സിനിമാ സെറ്റുകളിൽ കലാഭവൻ മണി വിവേചനം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക്, ഈ വന്നിരുന്ന് തള്ളുന്നവർക്കും സോഷ്യൽ മീഡിയയിൽ. മണി ഒന്നും ജാതി പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് പറയുന്നത്. 1-2 സിനിമാ നടിമാര് നായികയായിട്ട് കലാഭവൻ മണിയോട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സിനിമയിൽ നിന്ന് പിന്മാറിയതൊക്കെ അറിയാമല്ലോ നമുക്ക്. ആ നടികളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് അവരുടെ കരിയർ, അവരുടെ ജീവിതത്തെ നമ്മൾ സ്പർശിക്കുന്നില്ല. പക്ഷേ ഈ നടികള്, തൊലി വെളുത്ത ഈ നടികള് 1-2 പേര് സിനിമയിൽ നായകൻ കലാഭവൻ മണിയാണെന്ന് അറിഞ്ഞപ്പോ അവൻ കറുത്തവനാണ്, അവൻ ദലിതനാണ്, അവന്റെ കൂടെ നായികയായി അഭിനയിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ സിനിമയിൽ നിന്ന് പിന്മാറിയ നടികളെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നിട്ട് കലാഭവൻ മണി അവർക്കെതിരെ എന്തെങ്കിലും കമാന്ന് മിണ്ടിയോ? അയാളുടെ മാന്യത കാണിച്ചില്ലേ കലാഭവൻ മണി? സിനിമയിൽ നിന്ന് ഔട്ടാകാതിരിക്കാൻ, ഇനി ജാതിയും പറഞ്ഞിട്ട് വിവേചനവും പറഞ്ഞിട്ട് സിനിമയിൽ നിന്ന് ഔട്ടാകണ്ട എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിച്ച ആളാണ് കലാഭവൻ മണി. പക്ഷേ അദ്ദേഹം മറ്റൊരു രീതിയിൽ തന്റെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ, പ്രതികാരങ്ങൾ, വിവേചനത്തിൻ്റെയൊക്കെ തീർത്തിട്ടുമുണ്ട്. അകാലത്തിൽ മരിച്ചുപോയി. ഓക്കെ, അപ്പോ കലാഭവൻ മണിയല്ല വേടൻ ഒരു പടി കൂടി മുന്നിലാണ് നിൽക്കുന്നത്. കാരണം കലാഭവൻ മണി ഇന്ന് വരെ ഒരു പാട്ടും സ്വന്തം രചനയാക്കി എഴുതി ട്യൂൺ ചെയ്ത് പാടി അവതരിപ്പിച്ചിട്ടില്ല. കലാഭവൻ മണി മറ്റുള്ള നാടൻ പാട്ടുകൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് ആയിരങ്ങളുടെ കയ്യടി നേടുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് ഒരുപക്ഷെ സിനിമയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ പ്രതിഫലം, വരുമാനം കലാഭവൻ മണിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സ്റ്റേജ് ഷോകളിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. അതിന്റെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും. സിനിമയേക്കാൾ പ്രതിഫലം
മണിക്ക് പലപ്പോഴും കലാഭവൻ മണി കിട്ടിയത് സ്റ്റേജ് പരിപാടികളിൽ നിന്നാണ്. അതുകൊണ്ട് ആരെയും വെറുപ്പിക്കാതെ തൻ്റെ ജീവിതമാണിത്, സിനിമയും സ്റ്റേജ് പ്രോഗ്രാം എന്ന് വിചാരിച്ചിട്ട് ജാതിപ്പാട്ടുകൾ പാടാതെ പോയ ഒരാളാണ്. പക്ഷെ ജീവിതത്തിൽ ജാതി വിവേചനം നന്നായി അനുഭവിച്ച ആളാണ് കലാഭവൻ മണി. വേടൻ അങ്ങനെയല്ല. വേടൻ ഒരു പടി മുന്നിലാണ്. വേടൻ സ്വയം കവിത എഴുതി, പാട്ടെഴുതി, സ്വയം ചിട്ടപ്പെടുത്തി, സ്വയം അത് ട്യൂൺ ചെയ്തിട്ട് സ്വയം വേദിയിൽ അവതരിപ്പിക്കുന്ന വേടനെ കലാഭവൻ മണിയായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. വേടന്റെ പാട്ടുകളിൽ പ്രതിരോധമുണ്ട്, പ്രതിഷേധമുണ്ട്. കീഴാളവർഗത്തെ അവഗണിച്ചതിന്റെ തീക്കനൽ ആ വരികളിലുണ്ട്, കവിതയിലും പാട്ടിലുമുണ്ട്. അവിടെ കലാഭവൻ മണിക്ക് മുകളിലാണ് വേടൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ ഈ വേടനെ ഇങ്ങനെ ആക്രമിക്കാൻ കലാഭവൻ മണിയെ കൂട്ടുപിടിക്കുക എങ്ങനെയുണ്ട്? അപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജാതി വിവേചനം നമ്മൾ ഈ പാലക്കാട് നഗരസഭയിലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തില് സർക്കാരിന് ദേവസ്വം ബോർഡിന് നേതൃത്വമുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അടുത്ത കാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളെ കഴകക്കാരനായിട്ട് നിയമിച്ചപ്പോൾ അവിടുത്തെ പൂജാരികൾ, നമ്പൂതിരിമാര് എന്തേ സഹകരിക്കാതിരുന്നത്? അപ്പൊ അവിടെ ജാതിയില്ലേ? ഒരു സർക്കാർ മേൽനോട്ടത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള കൂടൽമാണിക്യം ക്ഷേത്രത്തില് ഈഴവ സമുദായക്കാരനെ കഴകക്കാരനായിട്ട് നിയമപ്രകാരം ടെസ്റ്റും പരീക്ഷയും ഇന്റർവ്യൂ നടത്തി നിയമിച്ചപ്പോ അതിനെതിരെ രംഗത്ത് വന്ന അവിടുത്തെ പ്രമാണിമാരുണ്ടല്ലോ, തമ്പുരാക്കന്മാര്, വേടൻ വിളിക്കുന്ന തമ്പുരാക്കന്മാര്, ബ്രാഹ്മണ മേധാവിത്വം പുലർത്തുന്നവർ, അവര് കഴകക്കാരനായിട്ട് ഈ പറയുന്ന ഈഴവ സമുദായത്തിലെ യുവാവിനെ അംഗീകരിക്കത്തില്ല, വേറെ ഓഫീസിലേക്ക് അങ്ങനെ മാറ്റേണ്ടി വന്നു ദേവസ്വം ബോർഡ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ജോലി രാജിവെച്ച് പോയി. അപ്പൊ ഇവിടെ ജാതിയില്ലേ? അപ്പൊ ദളിതർക്കെതിരെ മാത്രമാണോ ജാതി? ഇവിടെ ഈഴവർക്കെതിരെ ജാതിയില്ലേ? കൂടൽമാണിക്ക അനദർ എക്സാമ്പിൾ. അവിടെ ജാതിയില്ല എന്ന് ഒരു പുരോഗമനവാദി വന്നിരുന്ന് വാദിക്കരുത്. പിന്നെ വേടനെ ആക്രമിക്കാൻ കലാഭവൻ മണിയെയും കൂട്ടുപിടിക്കണ്ട. അതിൻ്റെ അകത്ത് ഇതൊന്നും ഓടില്ല. ഇതൊന്നും ഓടുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ നിർത്തുക. കുറച്ചുകൂടി മര്യാദയ്ക്ക് നമ്മൾ സത്യം അംഗീകരിക്കുക. ഇവിടെ ജാതിയുണ്ട്. ജാതിയെ ജാതി പറഞ്ഞു തന്നെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതാണ് കൂടൽമാണിക്യവും പാലക്കാട് നഗരസഭ എടുത്ത തീരുമാനങ്ങളും ശ്മശാന തീരുമാനവും NSSന് അവിടെ ഭൂമി പതിച്ചു കൊടുത്തതും മറ്റു പല കാര്യങ്ങളും. അവിടെയാണ് വേടന്റെ പ്രസക്തി എന്ന് നമ്മൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക.